അല്ലല്ല, ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കണ്ട. ഇന്നു മുതൽ പുരുഷന്മാർക്ക് വേണ്ടി എന്റെ നാക്ക് പടവെട്ടും. പേടിക്കണ്ട, നമ്മൾ പുരുഷന്മാർക്കും ഇവിടെ ജീവിക്കണ്ടേ. ധൈര്യമായിരുന്നോളൂ. ഇന്ന് വൈകുന്നേരത്തെ സ്വീകരണത്തിന് ഞാൻ കാച്ചാൻ പോകുന്ന പ്രസംഗമുണ്ടല്ലോ, അത് കേട്ട് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ വാലും മടക്കി ഓടും മോനെ. ഒരു കിടുക്കൻ പ്രസംഗമാണ്. ഒരു മിനിറ്റ് നീ വെച്ചോ, ഞാൻ അതൊന്ന് പഠിക്കട്ടെ, ആദ്യം പ്രസംഗം പഠിക്കട്ടെ. ഓക്കെ 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 ഓക്കെ. ഇവരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ പറ്റും, ഞാൻ നോക്കട്ടെ. പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പ്രിയ 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 പെണ്ണുങ്ങളുടെ പേരാണ്. പെണ്ണുങ്ങളുടെ പേര് പറഞ്ഞു തുടങ്ങണ്ട. ആ പേര് വേണ്ട വേണ്ട വേണ്ട. ഞാൻ രാജു കുമാരൻപെട്ട എന്റെ പുരുഷ സിംഹങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇവിടെ സുരക്ഷിതരാണോ? എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ സുരക്ഷിതരല്ല. കാരണം നിങ്ങൾക്ക് പേടിയാണ്. നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? നിങ്ങൾ ആരെയും ഭയന്ന് ജീവിക്കരുത്. ഞാൻ അതുകൊണ്ട് ചോദിക്കുന്നു, നിങ്ങൾ ഇവിടെ സുരക്ഷിതരാണോ? പറയൂ, നിങ്ങൾ ഇവിടെ സുരക്ഷിതരാണോ? പറയൂ. ചേട്ടാ, നിങ്ങൾ ആരും സുരക്ഷിതരല്ല കേട്ടോ. എടി, പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഗർജിക്കുന്ന ഒരു സിംഹമാണ് ഞാൻ. നിനക്കിത് ചിരി. ഞങ്ങളുടെ പുരുഷന്മാരുടെ പീഡിക പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പീഡിക വേറെ ആര് പോവാനാണ്? പീഡികയല്ല, ഞങ്ങൾ പുരുഷന്മാരുടെ പിടിക്കപ്പെട്ടോണ്ടിരിക്കുകയാണ്. അത് ശരിയാണ്. അയ്യോ അതല്ല, ഞങ്ങൾ പുരുഷന്മാരുടെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തൊക്കെയാണ് ഈ പറയണത്? നിനക്ക് അറിയാൻ പാടില്ല, ഇവിടെ പുരുഷന്മാർ എന്തുമാത്രം വിഷമം കൊണ്ടെന്ന് അറിയുമോ? ഏതെങ്കിലും പാതിരാത്രിയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, രാത്രി മറ്റേ ബ്ലാക്കിന് സാധനം എടുക്കണ കാര്യമായിരിക്കും. അതല്ല പറഞ്ഞത്. ഞങ്ങൾ പുരുഷന്മാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കാൻ ആളുണ്ടോ? അതുകൊണ്ട് ഞാനൊരു പുരുഷ കമ്മീഷണർ തുടങ്ങി. കമ്മീഷണറല്ല, സുരേഷ് ഗോപി. അതല്ല, പുരുഷ കമ്മീഷൻ തുടങ്ങി. അതുകൊണ്ട് പാതിരാത്രിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിളിച്ചു പറയാൻ വേണ്ടി ഞങ്ങൾ ഒരു ടോൾ ഫ്രീ നമ്പർ ഇറക്കി മോളെ. എന്ത് നമ്പർ? 1111. എന്താണ് ഈ 1111? അതറിയാൻ പാടില്ലേ? ഞങ്ങൾ ആണുങ്ങളുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പ പറയും, ഒരു മിനിറ്റ്. ഒരു മിനിറ്റിലോ ഒന്നാണ് ആ ഒന്ന്. അത് ശരിയാ, എന്ത് ചോദിച്ചാൽ അപ്പൊ പറയും ഒരു മിനിറ്റ് എന്ന്. അല്ല, തന്റെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്ത്രീകൾ ഇവിടെ സുരക്ഷിതമായിട്ടാണ് നിൽക്കണത്. എന്താ സ്ത്രീകൾക്ക് സുരക്ഷ ഇല്ലേ? ഏത് സുരേഷ്? സ്ത്രീകൾ സുരക്ഷയല്ലേ? ഫസ്റ്റ് ഒരു 3 ആണുങ്ങളുടെ ഇടയിൽ പോയിട്ട് നമ്മൾ പെണ്ണുങ്ങൾ ഒന്ന് മിങ്കിൾ ചെയ്ത് സംസാരിച്ച് ഇവര് പറയാൻ പോണെന്നറിയോ? അവള് ശരിയല്ലോട്ടോ, ഇടങ്ങേറാണ്, കറക്കെടുക്കണ ആമ്പിള്ളേരാ. ഇതല്ലേ ചേച്ചി പറയണത്? അതേ സമയം ഒരു 3 പെണ്ണുങ്ങളുടെ ഇടയിൽ ഒരാണ് പോയിരിക്കണെങ്കിൽ ഇവന്മാരെന്താ പറയണെന്നറിയാവോ? നോക്കടാ, അവന്റെ ഒരു യോഗം നോക്ക്, ആ പെമ്പിള്ളേരെ കറക്കി എടുത്തിരിക്കണ കണ്ടാന്ന്. ശരിയല്ലേ? ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയാം. നിങ്ങൾക്ക് സ്ത്രീകൾക്ക് നിലയ്ക്ക് നിൽക്കാൻ അറിയാൻ പാടില്ല. ഞാൻ നിലത്ത് തന്നെ നിക്കണത്. ഈ നിലത്താണ് നിൽക്കുന്നത്. പക്ഷെ പല സ്ത്രീകളും ഇപ്പോൾ എയറിലാണ്. എനിക്കറിയാം. എടി, ഞാൻ പറഞ്ഞു വന്നത്, ഈ എന്റെ അമ്മൂമ്മ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പണ്ടത്തെ കാലത്തെ സ്ത്രീകളൊക്കെ മുട്ടപ്പല്ല വെള്ളയപ്പം. എടി, മുട്ടപ്പം നീളമുള്ള മുണ്ടും ബ്ലൗസും മാത്രമാണ് എടുത്തു നടന്നിരുന്നത്. പക്ഷെ ഇന്നത്തെ സ്ത്രീകൾ അങ്ങനെയല്ല. മുട്ടപ്പം നീളമുള്ള തുണിയൊക്കെ ഇങ്ങനെ കേറി 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 ഇപ്പൊ കീറിയ തുണിട്ടോണ്ടാണ് അവർ നടക്കുന്നത്. അറിയാവോ? ഈ മുട്ടപ്പം വരെ പൊതിഞ്ഞെന്ന് അമ്മമ്മയ്ക്ക് എത്ര മക്കളായിരുന്നു? 14. അതെ, ഞങ്ങൾ ഇത്ര ഉള്ളത് ഇട്ടാലും ഞങ്ങൾക്ക് കൂടി വന്ന ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി. ദൈവമേ, ഭർത്താവായ എന്നെ ഇടയിടാന്ന്. ദൈവമേ, ഭാര്യ എന്നെ നിങ്ങൾ പറഞ്ഞത് കേട്ടാ? എന്നെ എടാന്ന്. നിങ്ങൾ പറഞ്ഞത് കേട്ട എന്നെ എടീന്ന്. എടി എടാ, എടി മോളെ, എടാ മോനെ, മോളെ, മോനെ, മുത്തേ, എന്തടി? ഇങ്ങനെയൊക്കെയാണ് പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്നത്. പാടില്ല, ഞങ്ങൾ ഇതിനകത്ത് വീണ് പോവൂല മോളെ. എടി, എന്റെ അടുത്തൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ? ഇതൊക്കെ ഒരു പ്രകൃതി നിയമമാണ്. എടി, പൂവൻ കോഴി അടയിരിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. കൊമ്പനാന പ്രസവിക്കണം നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. പശു പാല് തരുമായിരിക്കും എന്ന് കരുതി കാള പാല് തരുന്നത് നീ കണ്ടിട്ടുണ്ടോ? കാള വാല് പൊക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ചാണകൂടാനാണ്. ഈ സമൂഹം ശരിയല്ല. അത് നീ പറഞ്ഞ ശരിയാട്ടോ. ഇന്ന് രാവിലെ ഞാൻ കഴിച്ചപ്പോ ചെറിയൊരു വളിപ്പുണ്ടായിരുന്നു. രാവിലെ തിന്ന സമൂസ ശരിയല്ല. സമൂഹം എങ്ങനെ ശരിയാവും? എടി, നീ നല്ല ജോലിക്ക് പോകുന്നുണ്ട്, നല്ല അധ്വാനിച്ച് നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഈ കിട്ടുന്ന പൈസയും കൊണ്ട് നീ ഉടുത്തുരിഞ്ഞ് എങ്ങോട്ടാണ് ഈ പോണത്? ലോകത്തെ ഏറ്റവും കൂടുതൽ മാറ്റങ്ങളും അത്ഭുതങ്ങളും നടക്കുന്ന സ്ഥലത്തേക്കാണ് ഞാൻ പോണത്. അതിന്റെ പേരാണ് ബ്യൂട്ടി പാർലർ. അവിടെ പറഞ്ഞത്. പക്ഷെ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയാം. നിങ്ങൾ പെണ്ണുങ്ങൾ ഞങ്ങൾ ആണുങ്ങളെ അനുകരിച്ചില്ലേ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ എന്തനുകരിച്ചെന്ന് പറയണത്? എന്തനുകരിച്ചെന്നാ? ഞങ്ങൾ ആണുങ്ങൾക്ക് ഇടാൻ വേണ്ടിട്ടാണ് ഈ ബർമൂഡ കണ്ടുപിടിച്ചത്. പിന്നെ നിങ്ങൾ എന്തിനാടി നിങ്ങൾ ഈ ബർമൂഡ ധരിച്ചുകൊണ്ട് നടക്കുന്നത്? പോട്ടെ, ജീൻസ് പാന്റും ടീഷർട്ടും നിങ്ങൾ എന്തിനാടി വലിച്ചു കയറ്റിടുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതെന്താണ് ഈ 2 സാധനം? കാല്. ഇതെന്താണ് ഈ 2 സാധനം? കാല്. ഇതിൽ കൂടി ടിപ്പറല്ലല്ലോ വലിച്ചു കയറ്റുന്നത്. കിടക്കും. ഞാനൊരു കാര്യം പറയട്ടെ, നീ എന്തായി പറഞ്ഞു? ഞങ്ങൾ സാരിയും ചുരിദാർ ഇട്ട് നടക്കണം പറഞ്ഞത്. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ, ഇന്ത്യൻ സിനിമയിൽ അമരീഷ് പുരി അടിപ്പാവാട് ഇട്ടോണ്ട് എന്നൊക്കെ പറഞ്ഞു പരിപാടി ആയിരിക്കും. ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് ഞങ്ങൾ ആരും അനുകരിക്കാനില്ല സ്ത്രീകളെ.
പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈ പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു അഭിമാനം തന്നെയാണ്. ഞങ്ങൾ പുരുഷന്മാരുടെ കൂട്ടത്തിൽ എത്ര പേർക്കാണ് പുരുഷൻ എന്ന് പേരുള്ളത്? ഉദാഹരണത്തിന് വെട്ടൂർ പുരുഷൻ. ഈ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സ്ത്രീകൾക്ക് സ്ത്രീ എന്ന് പേരുണ്ടോ? ഉണ്ടോ? ഇല്ല. ശ്രീവിദ്യ. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയാലേ. എന്റെ ശ്രീലീനെ, നീ ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ? നമ്മള് പെണ്ണുങ്ങൾക്ക് വേണ്ടിയാ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. എന്റെ ശ്രീലീസേ, എന്റെ വീട്ടിലുണ്ടാവല്ലോ ഇതുപോലെ ഇരിക്കണം നമ്മുടെ ശ്രീത ചേച്ചി. ഹലോ ഹലോ ഹലോ, ഇങ്ങ് വന്നേ. അത് ശ്വേത ചേച്ചി, അത് ആലീസ്, അത് ഡയാന, ശ്രീവിദ്യ. ഇവരുടെ പേരിന്റെ മുമ്പിൽ ഒന്നും സ്ത്രീ എന്ന വാലില്ല. ഞങ്ങൾ ഇടക്കിടക്ക് അങ്ങനെ ശ്രീ കൂട്ടി വിളിക്കാറുണ്ട് അല്ലേടി? ഇതാണ് നിങ്ങൾ പെണ്ണുങ്ങളുടെ കുഴപ്പം. ഇപ്പൊ ഒന്ന് പറയും, കുറെ കഴിയുമ്പോ അത് മാറ്റി പറയും. പക്ഷെ ഞങ്ങൾ ആണുങ്ങൾ അങ്ങനല്ല. ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരാണ്. എന്തിനു പറയണം? ഒരു വീട്ടിൽ ഒരു ചെറിയ പ്രശ്നം ഊതി വീർപ്പിച്ചത് വലുതാക്കുന്നത് ഈ സ്ത്രീകളാണ്. ഞാൻ ഊതി വീർപ്പിച്ചെന്ന് ഒരു ബലൂണ് പോലും ഇന്ന് വരെ ഞാൻ ഊതി വീർപ്പിച്ചിട്ടില്ല, അറിയാമോ? എടീ, എനിക്ക് നിന്നോട് സംസാരിക്കാനല്ല, എനിക്ക് സംസാരിക്കാനുള്ളത് ഈ ആണുങ്ങളോടാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു ചെറിയ സംസാരം ഉണ്ടായി. ആ സംസാരത്തെ ഒരുപാട് വലിച്ചു നീട്ടി ആ സംസാരം വലിയ പ്രശ്നമാക്കുന്നത് ആരാണ്? ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ? അത് ഞാൻ തെളിയിച്ചേരട്ടെ. എടി, നീ ഇപ്പൊ എന്റെ അടുത്ത് എന്തെങ്കിലും ഒന്ന് ചോദിച്ചെടി. നീ ചേട്ടാ റിമോട്ട് ഒന്ന് എടുത്തരോ? എനിക്ക് വയ്യടി. താൻ ചോദിക്കാൻ പറഞ്ഞിട്ടല്ലോ ഞാൻ ചോദിച്ചത്. അപ്പൊ ഇത്രയും പേരുടെ മുമ്പിൽ എന്നെ ആസാക്കാൻ വേണ്ടിട്ടല്ലോ തന്നെ എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത്. അല്ലേലും ഇങ്ങനെ എന്റെ അടുത്ത് ഭയങ്കര ഈഗോയാ. കല്യാണം കഴിഞ്ഞ് കയറി വന്നപ്പോ മുതൽ ഞാൻ അനുഭവിക്കണതാ. ഇയാളുടെ അമ്മയുടെ പീഡനം സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ ചേച്ചി ഞാൻ ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി വന്നത്. സത്യം പറ, നിങ്ങൾ അമ്മയാണ് ഇപ്പൊ റിമോട്ട് ചോദിച്ചെങ്കിൽ താൻ എടുത്ത് കൊടുക്കൂലടോ? എങ്ങനെയുണ്ട്? ഞാൻ ആ കൂടി ഒറ്റ ഡയലോഗ് പറഞ്ഞുള്ളൂ, എനിക്ക് വയ്യടിന്ന്. അതിന് പകരം ഇവൾ എന്തോരം ഡയലോഗാ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ സംസാരിച്ച് നശിപ്പിക്കുമെന്ന്. ഇനി ഇത് കഴിഞ്ഞില്ല. ഇങ്ങോട്ട് വാടി. താൻ വിളിക്കടുത്ത് വരാൻ നിൽക്കണം. ഞാൻ പല്ലേ പോടോ പറഞ്ഞു. എനിക്കറിയാം, ഞാൻ ഇങ്ങോട്ട് വിളിച്ച അവൾ അങ്ങോട്ട് പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. അങ്ങോട്ട് പോകാൻ പറഞ്ഞിരുന്നെങ്കിൽ അവൾ ഇങ്ങോട്ട് വന്നേനെ. ഞാൻ നിങ്ങളുടെ അടുത്ത് സീക്രട്ട് ആയിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. എല്ലാ സ്ത്രീകളുടെ ചെവിന്ന് ഒതുക്കിക്കോടാ. എല്ലാ സ്ത്രീകളുടെ ഇടയിലുണ്ട് ഒരു നാഗവല്ലി. ഇവളുടെ ഇടയിലുണ്ട് ഒരു നാഗവല്ലി. ആ നാഗവല്ലിയെ പുറത്തിറങ്ങണ കാണാ ഇപ്പൊ കണ്ടോ? എടി, അതെ, എനിക്കൊരു തമാശ പറയാണ്ടായിരുന്നു. എന്റെ അച്ഛനെ കുറിച്ചുള്ള തമാശയാണ്. ഇന്നലെ എന്റെ അച്ഛൻ കള്ളു കുടിച്ച് ഓടയിൽ പോയി വീണ്. പിന്നെ ആൾക്കാരെ കൂടിയല്ല വീട്ടിൽ കിട്ടുന്നത്. ഇയാളുടെ അച്ഛൻ ഓടെ കിടക്കുന്ന സിറ്റുവേഷൻ ഇതൊന്നല്ല, ഇവളുടെ അച്ഛൻ ഓണത്തിന് കാണിച്ച കോമഡിയാണ് കോമഡി. അതായത് ഇവളുടെ അച്ഛൻ വീട്ടിലെല്ലാവർക്കും ഓണക്കോടി മേടിച്ചു. വീട്ടിലെ പെൺപട്ടിക്ക് ഷിമ്മി മേടിച്ചില്ലെന്നും പറഞ്ഞ് ടെക്സ്റ്റൈൽസിൽ പോയിട്ട് ഒരു ഷിമ്മി മേടിച്ചു കൊടുത്തിട്ട് ആ പട്ടിക്ക് ഇട്ട് കൊടുത്തു. ആ പട്ടി തന്നെ ഇവളുടെ അച്ഛനെ കാണിച്ചു. എന്നിട്ട് ഇവളുടെ അച്ഛൻ ഷിമ്മിട്ടൊരു ചമ്മി കാണായിരുന്നു. പക്ഷേ എന്റെ അച്ഛന്റെ അത്രയും വലിയ തമാശ ഒന്നും എന്റെ അച്ഛൻ. പക്ഷെ എന്നാലും അച്ഛൻ ഷിമ്മിട്ട് നിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര. ഞാൻ പറഞ്ഞ പിന്നെ ആവശ്യമില്ലാണ്ട് എന്റെ അച്ഛനെ വലിച്ചിറക്കേണ്ട കാര്യം എന്താണ്? ഇത് കണ്ട, എന്റെ അച്ഛനെ പറഞ്ഞപ്പോൾ അവളുടെ അച്ഛനെ പറഞ്ഞപ്പോൾ അതെ, നമുക്ക് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ ആണുങ്ങൾക്ക് കൊണ്ട് കുറെ വീക്ക്നെസ് ഒക്കെ. ചേട്ടാ നിങ്ങോട്ട് വരുവോ? വരാൻ മനസ്സില്ലെങ്കിൽ എന്നിട്ട് ഇപ്പൊ വന്നല്ലോ. വേറൊരു കാര്യമുണ്ട് ചേട്ടാ, ഞാൻ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കണം ചേട്ടന്റെ അമ്മേനെ ഒന്ന് കാണണമെന്ന്. നമുക്കൊന്ന് വീട് വരെ പോയാലോ? ഞാൻ എന്റെ അടുത്ത് പറയാൻ നിൽക്കായിരുന്നു. നമുക്ക് ഇന്ന് പോയിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാലോ? 2 ദിവസമോ? അല്ലെങ്കിൽ വേണ്ട ഏട്ടാ, നമുക്ക് എന്റെ വീട്ടിൽ പോവാ. എനിക്ക് കണ്ണീ ചോരണ്ടേ? നട്ടപ്ര വെയിലത്ത് നടുവേദനാണ്. ഈ നടുവേനും പിടിച്ച് ബൈക്കും ഓടിച്ച് ഞാൻ എത്ര ദൂരം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോണത് എനിക്ക് പറ്റില്ല. എനിക്ക് കണ്ണീ ചോരാതെ വർത്തമാനം എന്റെ അടുത്ത് പറയാൻ നിൽക്കല്ലേ? ഒറ്റ കണ്ടന്റ് 2 ക്യാരക്ടർ. 10 കിലോമീറ്റർ അപ്പുറത്തുള്ള അയാളുടെ വീട്ടിൽ പോകാന്ന് അയാൾക്ക് ഒരു കുരുവില്ല. ഒരു 2 കിലോമീറ്ററുള്ള എന്റെ വീട്ടിൽ പോകാന്ന് പറഞ്ഞപ്പോ അയാളുടെ സ്വഭാവം മാറിയത് കണ്ട. ശ്രീവിദ്യ, നിനക്കൊണ്ടാണ് ഇതുപോലത്തെ അനുഭവമൊക്കെ? ഞാനാണ് ദുരന്തം. അയ്യോ, നീയാണോ ദുരന്തം? നമ്മുടെ നാട്ടിൽ എന്തോരം ദുരന്തങ്ങൾ വന്ന്. ആ ദുരന്തങ്ങൾക്കൊക്കെ ഈ സ്ത്രീകളുടെ പേരാണ്. ഓക്കി കാറ്റ് വന്നു, ഓക്കി സ്ത്രീകളുടെ പേരാണ്. സുനാമി വന്നു, സുനാമി അത് സ്ത്രീകളുടെ പേരാണ്. ഏതെങ്കിലും വാർത്തയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടേ കേരളത്തിൽ സോമൻ കൊടുങ്കാറ്റടിച്ചു? എന്തിന്? ഒരു പ്രഹ്ലാദൻ ഇടിമിന്നൽ എന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതൊക്കെ ഒരുപാട് പറഞ്ഞു വൈറലായ സാധനം. സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് പറയും. നിങ്ങൾ ആണുങ്ങൾ ശരിയല്ല. കണ്ണി കണ്ട പബ്ലിക് ടോയ്ലറ്റിലൊക്കെ നമ്മുടെ പെണ്ണുങ്ങളുടെ ഫോൺ നമ്പർ പേരൊക്കെ എഴുതി വെക്കണ ഇവരല്ലേ? അത് നീ പറഞ്ഞ ന്യായം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളോട് പ്രതികാരം ചെയ്യണം. മനസ്സിലായോ?
അതായത് നിങ്ങൾ പബ്ലിക് ടോയ്ലറ്റിൽ പോയിട്ട് ഞങ്ങൾ ആണുങ്ങളുടെ പേര് നമ്പർ എഴുതി വെക്കൂ. നീ എന്റെ പേര് എഴുതി വെക്കൂ. വേണൂന്ന്, വെറും വേണു എന്ന് പറഞ്ഞാൽ ആരും വിളിക്കല. മടത്തറ വേണു അല്ലെങ്കിൽ കുണ്ടന്നൂർ വേണു അങ്ങനെ എഴുതി വെക്കൂ. ഒരുപാട് പേര് ഞങ്ങളെ വിളിക്കട്ടെ. കൂടുതൽ ഡയലോഗ് ഒന്നും പറയണ്ട. കുറച്ചു കാലം കൂടി കഴിഞ്ഞാലേ ഈ ഭരണമൊക്കെ ഞങ്ങൾ സ്ത്രീകളുടെ കയ്യിലായിരിക്കും. പിന്നെ ഭരണം സ്ത്രീകളുടെ കയ്യിൽ വരാൻ വേണ്ടി നോക്കി ഇരുന്നേച്ചാ മതി. സംശയമുണ്ടോ? സംശയമുണ്ട്. എടോ, മലയാള സിനിമയിൽ പോലും അമ്മയുടെ പ്രസിഡന്റ് ആരാണ്? ഇരിക്കണം ഞങ്ങൾ. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഞാനും ഒരു സംഘടന രൂപീകരിച്ച് അതിന്റെ പ്രസിഡന്റ് ഞാനാകും. ഏത് സംഘടന? അച്ഛൻ. അതിലെ കൊച്ചച്ഛനാണ് ഈ ഇരിക്കണ കുട്ടിയെങ്കില്, അതിലെ വെല്ലച്ഛനാണ് ആയിരിക്കണ കുട്ടിയെങ്കില്. ഈ സംഘടനയൊക്കെ ഞാൻ എന്റെ അടുത്തൊരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു പുരുഷന് നേരെ ഇല്ലാത്തൊരു കേസും കൊടുത്ത് ജയിലിൽ അയച്ചു. ഇന്ന് അവനെ കോടതി വെറുതെ വിട്ടു. അവന്റെ അടുത്തേക്ക് പോകുന്നു, ഒരു ഹാരം അണിയിക്കുന്നു, അവനെ സ്വീകരിക്കുന്നു. താൻ പോണാ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. അത് പെണ്ണായ നീയല്ല തീരുമാനിക്കണത്. അതെ, ഞാൻ പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് താൻ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞൊരു കേസ് കൊടുത്താൽ താൻ പെടുവേ. ക്യാമറ മാറ്റി സംസാരിക്കുന്നു. നീ ക്യാമറ മാറ്റി. ഇതാണ് കുഴപ്പം. പുരുഷന്മാർ വീട് പോയത് ഇവിടെയാണ്. എന്തെങ്കിലും പറഞ്ഞു ഇതുപോലുള്ള കേസ് നമ്മുടെ തലയിൽ വരും. ഇതുകൊണ്ടാണ് പുരുഷന്മാർ തോറ്റു പോകുന്നത്. ഇതോടുകൂടി ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇന്നു മുതൽ പുരുഷനായ എനിക്ക് ചേരാത്ത 2 അക്ഷരമുള്ള ഒരു സാധനമുണ്ട്. അത് ഞാൻ ഇവിടെ വെച്ചങ്ങ് പിഴുതെടുക്കാൻ പോവുക. ഒന്നും പറയരുത്. പുരുഷനെന്ന എനിക്ക് 2 അക്ഷരമുള്ള ഒരു സാധനമുണ്ട്. അത് ഞാൻ ഇവിടെ വെച്ച് ഉപയോഗിക്കുന്നു. നീ കേൾക്കണം. നീ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. ഞാൻ പിഴുതെറിയാൻ പോകുന്നു. ആ സാധനത്തിന്റെ പേരാണ് ഈശ. എടുത്താ എന്തൊക്കെയാണ് ഇപ്പൊ വിളിച്ചു പറഞ്ഞത്? സോറി. എന്തിനായിട്ട് എന്റെ അടുത്ത് സോറി പറയണേ? വേറൊന്നുമല്ല, പെട്ടെന്ന് ഇങ്ങനെ എന്നെ വാശി കയറ്റി പറയാണ്ട് പറഞ്ഞു പോയ കുറെ കാര്യങ്ങളാണ്. എനിക്ക് നിന്നോട് യാതൊരു പിണക്കും പരിഭവം. ചേട്ടൻ എന്നോട് സോറി പറയില്ല. ഞാനല്ല ചേട്ടനോട് സോറി പറയണ്ട. എന്റെ ചേട്ടൻ സോറി പറയണ്ട. കണ്ട, നമ്മൾ രണ്ടുപേരും ഒരു സോറി പറഞ്ഞപ്പോ ഈ പ്രശ്നം തീർന്നു. ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളും. ഒരു സോറി പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ പ്രശ്നങ്ങൾ. ശരിയാ, ചേട്ടൻ പറഞ്ഞത് ശരിയല്ലേ. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും തെറ്റ് എല്ലാവർക്കും സംഭവിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഒരാണ് വന്ന് തോണ്ടിക്കഴിഞ്ഞാൽ അങ്ങനെ മാറി നിൽക്കണമെന്ന് പറഞ്ഞ് തീരാവുന്ന പ്രശ്നമുള്ളൂ. ശരിയല്ലേ? ഇപ്പൊ ബസ്സിൽ ഒരു ഗർഭിണി കയറിയാൽ തന്നെ നല്ലവരായിട്ടുള്ള ആമ്പിള്ളേര് ചെയ്യൂലേ, ചേച്ചി ഇങ്ങോട്ട് ഇരുന്നോ എന്ന് പറയൂലേ. അതുപോലെ തന്നെ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നല്ലവരും ഉണ്ട്, ചീത്തവരും ഉണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഈ പ്രശ്നങ്ങളൊക്കെ വലുതാക്കാൻ എല്ലാവർക്കും താല്പര്യം. എന്നാ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് ജീവിച്ചു നോക്കിയേ. അപ്പോ നമ്മൾ എല്ലാവരും ഹാപ്പി ഫാമിലി. ഷജീർ പറഞ്ഞതിനോട് യോജിക്കുന്നു പറഞ്ഞാൽ പെണ്ണുങ്ങൾ കൊല്ലും. വിഷ്ണുപ്രിയ പറഞ്ഞത് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ വെട്ടും. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് കറക്റ്റ് ആണ്. ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കൊടുക്കാം. അതെ, അല്ല വേറെ കാര്യമുണ്ട്. കറക്റ്റ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും ഇപ്പോഴത്തെ ഒരു സറ്റയർ വിഷയങ്ങളൊക്കെ വെച്ചിട്ട് കറക്റ്റ് കാര്യങ്ങളാണ് ഇവർ പറഞ്ഞു വെച്ചേക്കുന്നത്. മൊത്തം ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. എല്ലായിടത്തും നല്ലവരുണ്ട്, ചീത്തവരുണ്ട്. അതാണ് പ്രശ്നം. എനിവേസ്, ബാറ്ററി എത്രത്തോളം ഹാപ്പി ആണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ബാ. രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെയും ഈക്വൽ ആണ്. 20-20 സെറ്റ്. ഓൾ റൈറ്റ്. അപ്പൊ എന്തായാലും ചേച്ചി 40,000 rupees ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. ക്രെഡിറ്റ് ആയിരിക്കാണ്.